അതിനകത്തുള്ള വാടകളെല്ലാം നമ്മൾ സഹിച്ചോണം. ഈ വാടകള ഈ കാക്കൂസിന്റെ വാടകളെല്ലാം നമ്മൾ സഹിച്ചോണം. അവർ എത്രയും വട്ടം ഇതിനു വേണ്ടി കംപ്ലൈന്റ് ചെയ്ത് എന്നിട്ട് അവര് എന്നിട്ടൊന്നും പരിഹാരം കണ്ടില്ല. 2-3 പേര് വന്നിട്ടേ ഇങ്ങനെ തട്ടിക്കൂട്ടി എല്ലാം കാണിക്കും. വേസ്റ്റ് കൊണ്ട് ഇടുക കോർപ്പറേഷന്റെ വേസ്റ്റ് നമുക്കറിയാവുന്നതാണ്. ലോറി സ്റ്റാൻഡാണ്. ലോറി സ്റ്റാൻഡാണ്. അപ്പൊ ഇത് അതുകൊണ്ട് ഈ ചന്ത വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കച്ചവടക്കാർക്ക് ചന്ത വാടയാണ്, ഭയങ്കര വാടയാണ്. ആ ഒരു കാര്യമാണ്. അപ്പം അമ്മ ഇപ്പൊ തേങ്ങ പിടിക്കാൻ മുന്നേ അമ്മ എന്തുണ്ട് ഈ ചന്തയിലങ്ങ് ആളില്ല. അമ്മയുടെ കാലഘട്ടത്തിൽ അമ്മ പോളത്തോട് റോഡിന്റെ സൈഡിൽ താമസിച്ച ഈ പോളത്തോടിനെ കുറിച്ചൊക്കെ അമ്മയ്ക്ക് കൂടുതൽ ഏജ് ഇത്രയും പ്രായമുള്ള സമയത്ത് അമ്മയ്ക്ക് അറിയാം. പഴയ ചന്തയാണോ ഈ ചന്ത? അല്ല, പഴയ ചന്തയല്ല. അമ്മ എവിടെയാ താമസിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ കഥയൊക്കെ പറയുന്ന അമ്മയ്ക്ക് ഈ പോളത്തോട് ചന്തയുടെ സ്ഥിതി, ഉറങ്ങുന്ന സ്ഥിതി ദയനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ദിരാഗാന്ധിയായിട്ട് അമ്മ എങ്ങനെയാണ്? ഞാൻ ഇന്ദിരാഗാന്ധി മൈതാനത്ത് വന്നിരുന്നു. ഇന്ദിരാഗമ്മ മൈതാനത്ത് വന്നപ്പോൾ അമ്മയെ കാണാനാണ്, നേരിട്ട് അമ്മയെ കാണാനായിട്ട് ഞാൻ എൻ്റെ ചേട്ടത്തിയുമായിട്ട് പോയി. തവി ഓട്ടൻ ഒരു ലോൺ വേണമായിരുന്നു. അതിന് നേരിട്ട് ചിരട്ടത്തവിക്ക് വേണ്ടി ലോൺ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പോയി. അമ്മ അങ്ങനെ നേരിട്ട് കണ്ട് അവരോട് സംസാരിച്ചു. എന്തോ വേണം ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയെ നേരിട്ട് കാണാൻ ഞാൻ വന്നത്. എന്റെ ചേട്ടത്തിക്ക് തൊഴിൽ ജീവിക്കാൻ മക്കൾ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുന്ന അമ്മയ്ക്ക് എന്തായാലും നമ്മളെ പഴയ ചന്തയുടെ കാര്യം ഓർമ്മ കാണുമല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നൊരു ചന്തയാണ്. ഈ ചന്ത ശൂന്യമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനകത്ത് അമ്മ എന്താ പറയുന്നത്? അപ്പൊ എന്തായാലും ഇന്ദിരാഗാന്ധിയെ കണ്ട അമ്മയല്ലേ, അന്നത്തെ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോഴും ഇത് ഓർക്കാല്ലേ പഴയ ചന്തയെ കുറിച്ച്. ആളുകൾ ആരും ഇപ്പൊ ചേട്ടന് ഈ ചന്ത ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നില്ലേ? ചേട്ടൻ്റെ മീൻ കച്ചവടം അവർക്ക് നടന്നില്ലെങ്കിലും ചേട്ടൻ്റെ തേങ്ങ വാടത്തേന്നുമില്ല. ചേട്ടന് എങ്ങനെയെങ്കിലും ഒരു പക്ഷേ നാളെ കച്ചവടം ചെയ്യാമെന്നൊക്കെ വിചാരിക്കാം. മീൻ കച്ചവടക്കാർക്ക് അങ്ങനെയല്ല, അന്നന്ന് വിൽക്കണം. അതിനകത്ത് എന്താ പറയുന്നത്? അതിനകത്ത് പറയാൻ നമ്മൾ ആളെ വരുത്തുന്ന ഒരു സ്വഭാവം കാണിക്കണം. ആളെ വരുത്തുന്ന ഇതിനകത്ത് വന്ന് സാധനം വാങ്ങുന്നതിനായിട്ടുള്ള ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ജനങ്ങൾ അറിയണം. ഇവിടെ വന്നാൽ നിത്യ സാധനം കിട്ടും, വില മാറ്റം കിട്ടുന്നല്ല. അതിപ്പോൾ ഞാനിപ്പോൾ വില മാറ്റം കൊടുക്കുന്നുണ്ടാണ് എന്നെ തിരക്കി ഇവിടെ ആൾക്കാർ വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മളിവിടെ കഴിയുന്ന പറഞ്ഞാൽ വളരെ പാടുകൊണ്ടാണ് കഴിയുന്നത്. ഇവിടെ ഒരു പബ്ലിക് കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് എന്താ തന്നെ അറിയാൻ പോയാ അതാണെങ്കിൽ പൊട്ടി ചെരിച്ചിങ്ങനെ കിടക്കുക. എന്തിനും വാടക ആൾക്കാർക്ക് സഹിക്കാൻ നോക്കുന്നില്ല കാര്യം. പിന്നെ എങ്ങനെ ആളുകൾ മാർക്കറ്റിൽ വരുന്നത്? നമ്മളൊരു 4 കടയിൽ മോഷണ ശ്രമം നടന്നു. അപ്പൊ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു, കോർപ്പറേഷനും പരാതി കൊടുത്തായിരുന്നു. രാത്രി പോലീസുകാരിങ്ങനെ വന്ന് കയറി പോകുന്നതല്ലാതെ അവിടെ മേളത്തെ 4 ഷീറ്റെല്ലാം പൊട്ടിക്കിടക്കുവാണ്. മോഷണത്തിന് വേണ്ടി ശ്രമിച്ച് ഏത് കടയിൽ കയറാനാണ് ശ്രമിച്ചത്? അതൊരു മിഠായി കട, ഒരു ആക്രി കടയുണ്ട്, അല്ലാതെ അവിടെ കയറാനായിട്ട്. അത് എങ്ങനെയാ ഈ ഇട്ടേക്കുന്ന ശൂന്യമായ കടകളാണിത്? ഇത് ചന്തയാണ്. വളരെ 3ഓളം കടകൾ ഇപ്പോഴെല്ലാം ഉണ്ട്. ഒരു ആക്രി കടകളുണ്ട്, ഇവിടെ നിരവധി ഉണ്ട്. ഈ കോയഞ്ചേരി എന്ന മലക്കറി കടയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിപ്പം ശൂന്യമായ അവസ്ഥയിലാണ്. ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ ഇറച്ചി വെട്ട് കടയാണ്. വളരെ ഇറച്ചി, ബീഫ് ശൂന്യമായി കിടക്കുന്ന ചന്തകളിൽ ആളില്ലാതെ ഇറച്ചിക്കട പോലും. ഇവിടുത്തെ ശൂന്യമായ അവസ്ഥ. ഇവിടെ വലിയൊരു ചന്തയാണ്, മികച്ച ചന്തയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നിരവധി കടകളൊക്കെ അടച്ചിട്ടുണ്ട്. ഇവിടെ 3 കടയാണ് ഇറച്ചി വെട്ടുകാർ. എങ്ങനെയാണ് നിങ്ങളൊക്കെ മുന്നോട്ട് ഈ ഇത്രയും സന്ദർശകരില്ലാതെ പർച്ചേസ് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങുന്നത്? കഷ്ടപ്പാടിലാണ്. ഇതിന് നിങ്ങളൊന്നും ഒരു പരാതിയോ ഒരു കംപ്ലൈൻറ്റോ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലോ ഇതിന് ഈ ടെൻഡർ എടുത്തിട്ടുള്ളവരൊക്കെ നിങ്ങൾ പരാതിപ്പെട്ടിട്ടില്ലേ? കാര്യമില്ല. ഇവിടെ ആൾക്കാർ സന്ദർശിക്കില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ വാടക കൊടുക്കുന്നില്ല ഇതിന്? വാടക കൊടുക്കുന്നത് ഇപ്പോൾ ഇല്ല കോർപ്പറേഷനല്ല. ഇവിടെ ആൾക്കാർ സന്ദർശിക്കാതെ ഇതിന് ഏത് വാഹനങ്ങൾ വന്ന് ലോഡ് ഇറക്കി പോകുന്ന ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം പോളേറ്ററിലെ കോർപ്പറേഷൻ പട്ടത്താനം ഡിവിഷനിലുള്ള മാർക്കറ്റാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ഏത് വണ്ടി വന്നാലും ലോഡ് ഇറക്കി അവർക്ക് സൗകര്യമായിട്ട് ഇവിടുന്ന് പോവാം. NH 100 മീറ്റർ പോലെ അകലമില്ല ഈ മാർക്കറ്റിൽ. ഈ മാർക്കറ്റിൻ്റെ സ്ഥിതിവിശേഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദുഃഖം വരുന്നുണ്ട്. ഹലോ, ഇവിടെ മുതൽ നമ്മളെ ഏകദേശം കോളേജ് ജംഗ്ഷൻ മുതൽ ഏകദേശം കൊട്ടിയം വരെ വഴിയോരങ്ങളിൽ മത്സ്യം നിർത്തി വെച്ചേക്കാണ്. വഴിയോരങ്ങളിൽ കച്ചവടം ഉണ്ടായതുകൊണ്ട് ഈ ചന്തയിലേക്ക് ആരും കടന്നു വരുന്നില്ല. അപ്പം പള്ളിമുക്ക് മുതൽ പോളത്തോട് വരെയും വളരെ വഴിയോരത്തൊക്കെ ഉള്ളി കച്ചവടവും മലക്കറി കച്ചവടവും. അപ്പൊ ഇതെല്ലാം നിർത്തലാക്കിയാൽ ഈ ചന്തയ്ക്ക് ഒരു മാറ്റം കിട്ടും. ചന്തയ്ക്ക് ഒരു മാറ്റം കിട്ടും. കാരണം വെച്ചാൽ ഇത് ഈ ചന്തയിൽ തന്നെ ചന്തയുടെ വികസനത്തിനും ഇതൊരു കാരണം തന്നെയാണ്. ഇത് നിർത്തലാക്കിയാൽ ചന്ത വികസിക്കും. കോർപ്പറേഷൻ അതുകൊണ്ട് കൊല്ലം ജില്ലയിലെ പോളത്തോടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. നിരവധി ജനങ്ങൾ തെള്ളുന്ന ഈ ചന്ത ഇന്ന് വളരെ വിശാലമായപ്പോൾ ഈ ചന്തയിൽ ആളില്ല എന്ന് പറയുന്നത്. ഷെഡൊക്കെ പണിഞ്ഞ് വളരെ മഴയൊക്കെ പെയ്യാതെ ആൾക്കാർക്ക് തണലോടുകൂടി വളരെ ഏറ്റവും വലിയൊരു ചന്തയെന്ന് പറയുന്നത് കൊല്ലത്തെ ഏറ്റവും വലിയൊരു ചന്തയാണ്. ഈ ചന്തയിൽ ആളില്ല. എന്താണ് ഈ ചന്തയിൽ ആളില്ലാത്തതെന്ന് നമുക്ക് കച്ചവടക്കാരോട് ചോദിച്ചു നോക്കാം. എന്തായാലും കച്ചവടക്കാരെ കാണാം. നമുക്ക് കച്ചവടം ചെയ്യുന്നവരടുത്ത് ചോദിക്കാം. എന്താണ് ഇപ്പോൾ
ഇപ്പോഴേ ഇവിടെ ഈ ചന്തയിൽ ഇന്നിപ്പോൾ ആള് കുറഞ്ഞ് ഇപ്പം നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, രണ്ടുപേര് മാത്രമേ ഉള്ളൂ, രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിച്ചത്? വളരെ വിശാലമായ നടയാത വേദിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനുള്ള രണ്ട് സൈഡിലും ഉണ്ട്. അങ്ങനെ ഒരു സൈഡുകളിലൊക്കെ കാട് കയറിയും പുല്ല് കയറിയൊക്കെ കിടക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഈ ചന്തയിൽ. മുമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ചന്ത, മീൻ കച്ചവടക്കാരുള്ളവരാണ്. വർഷങ്ങളായി ഇവിടെ ബിസിനസ് സ്ഥാപനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്ലൈ പോയി, അതല്ലെങ്കിൽ ഇവിടെ മത്സ്യ മാർക്കറ്റ് എന്ന് പറയുന്നു. ഇതിനകത്ത് വന്നാൽ എന്താ വാങ്ങാനുണ്ടെന്ന് കാണിക്കാവും. ഈ ആക്രിക്കടയിൽ വർഷാപ്പും അല്ലാതെ ഇതിനകത്തുണ്ട്. ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു സപ്ലൈ പോയി മറ്റുള്ള വ്യവസായപരമായ ഈ രണ്ട് മത്സ്യക്കച്ചവടം 10-30 മത്സ്യക്കച്ചവടക്കാരുള്ള സ്ഥലമാണ്. കാരണം എല്ലാവരും പോയി മത്സ്യം വാങ്ങാൻ വേണ്ടി മാത്രം